SRK അപ്പുക്കുട്ടൻ അമ്പത്തൂർ. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇതിന് ചൈന ടൗൺ എന്ന് പേരിട്ടത്? അതാരാ അത്? അപ്പൊ ഇത്രയും ബിസിനസ് ഐഡിയാസ് ഇവിടെ കണ്ടതിൽ വാസുമോന് ഏതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? നന്നായിട്ടുണ്ട്. ഞാൻ നേരത്തെ മൈക്ക് മ്യൂട്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലവ് കൺസൾട്ടൻസിയാണ്. ഈ സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് കപ്പിൾസ് ആണ്. കപ്പിൾസ്, പിള്ളേര്, അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളിപ്പോ കാണുന്നത്. പിന്നെ എന്തിനാ ലവ് കൺസൾട്ടൻസി? ഓൾറെഡി എല്ലാവർക്കും സെറ്റാ. പിന്നെ നീ ഇനി പറഞ്ഞ സെറ്റ് അല്ല ഇവിടെ കൂടുതൽ ബ്രേക്കപ്പുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഒന്നിക്കാൻ ഒരുപാട് അടുത്ത ചൈന ടൗണ് ഷാർജ ശരവണ ബ്രദേഴ്സ്. ഓക്കെ, അപ്പൊ അടുത്തതായി ടീം ചൈന ടൗൺ SRK അപ്പുക്കുട്ടൻ അമ്പത്തൂർ. വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമ്പത്തൂരിൽ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പുക്കുട്ടുള്ള പ്രസന്റേഷനും ഒരു പ്രതീക്ഷയുണ്ട്. എവിടെ പോയതാണോ താൻ? ബിൽഡിംഗ് കുലുക്കം. അഡ്വാൻസ് കൊടുത്തു. എത്ര മതിയോ? താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് റിയലിസ്റ്റിക്. താങ്ക് യു സോ മച്ച്. കല്യാണത്തിനായിരുന്നു. എന്താ കല്യാണോ? ഹലോ. നമസ്കാരം. Ambattur, that idea was brilliant, Ambattur. Yeah, thank you, sir. പറഞ്ഞോ. Hi, sir. ഹായ്. We are representing Chinatown. Chinatown, sir. ചൈന ടൗൺ. ഓക്കെ. Yes. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇതിന് ചൈന ടൗൺ എന്ന് പേരിട്ടത്? നമ്മുടെ തീമ് ചൈനയാണ്. ഒരു ചൈന ടൗണിന്റെ ഒരു അന്തരീക്ഷം. അതിപ്പം നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആൾറെഡി ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഞാൻ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചാണ്. പക്ഷെ ഇനി ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ കുറെ തടസ്സങ്ങൾ കാരണം അത് നമ്മൾ ചെയ്യാം. അതിന്റെ സ്ലൈഡ്സും കാര്യമുണ്ട്. ആദ്യം നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് നമ്മളിത് ബിസിനസ് ഐഡിയാസ് കുറെ പേർക്ക് കാണിച്ചു കൊടുത്താണ്. അപ്പൊ അവരെല്ലാരും ഇൻട്രസ്റ്റഡും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഡിമാൻഡുള്ള ബിസിനസ് ആണ്. എനിക്കറിയാം. ഇതൊക്കെ നിങ്ങളിപ്പോ അറിയുന്ന കാര്യമല്ലേ. ഇതൊക്കെ ഒരു കുറെ നാൾക്ക് മുമ്പ് എനിക്കറിയാം. ഹലോ. What is this, guys? ഹലോ. ടെക്നിക്കൽ എറർ ആണ് തോന്നുന്നു. Let me check, sir. Yeah, of course. ഈ കോനിച്ചിവ ഒന്നും ചൈനീസ് ഒന്നും അല്ല. Japanese. അതൊക്കെ നമുക്കറിയാവേ. നെവർ ഡിസപ്പോയിന്റ്. അതെന്താ AAS എന്താ? അമ്പത്തൂർ അപ്പുക്കുട്ടൻ SRK. വാവ്. നൈസ്. അപ്പൊ നിങ്ങള് ഒരു ചൈനീസ് തീം വരുന്ന ഒരു കസിനോ പ്ലസ് ഇതാണ് നിങ്ങളുടെ ബിസിനസ് ഐഡിയ. നമ്മള് അതാണ് നമ്മുടെ ഇത്. നമ്മള് ലെറ്റ്സ് ബിൽഡ് ദ ഫ്യൂച്ചർ ഓഫ് എന്റർടൈൻമെന്റ് എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. അതായത് നമ്മുടെ ഒരു സിറ്റിയിൽ തന്നെ ഒരു വേറൊരു ചെറിയ ഒരു നൈറ്റ് ലൈഫ് നഗരമാണ് ഞങ്ങളുടെ പ്ലാൻ. ശരിക്കും പറഞ്ഞു സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഡാൻസ് കളിക്കുന്ന യുവതി അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ, അതെല്ലാം നമുക്ക് അവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വിസിറ്റ് ചെയ്യാൻ. അതൊക്കെ പ്രീമിയം സെക്ഷനിലോട്ടാണ്. അതിനൊക്കെ അതെല്ലാം ഒരു പ്രീമിയം ഒരു കാസിനോ എന്ന് തന്നെ പറയാം നമുക്ക്. മെമ്പേഴ്സിനാണ് കൂടുതൽ നമ്മള് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ഗ്യാങ്ങിന്റെ തന്നെ ലീഗലാണ്. പൈസ എടുത്തില്ല. പൈസ സർവീസിംഗിലാണോ ചെയ്യുന്നത്? അല്ല അതൊക്കെ എത്ര കോടി രൂപയാണ് നിങ്ങൾ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്? നമുക്ക് ഒരു സ്ലൈഡും കൂടി ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത് കൂടി വെച്ചിട്ട് നമ്മുടെ ബോസ് അത് കറക്റ്റ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്.
ഞാൻ പറഞ്ഞ ഇതിൽ ആരാ ബോസ്? അമ്പത്തൂരാണോ? അമ്പത്തൂർ ബോസ്. നൈസ് 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 നൈസ്. ആ വള്ളം അപ്പൊ ഇറക്കും തിണ്ടത്തിരിക്കണേ. ചന്ദ്ര ചന്ദ്ര ഒരു presentation വെറുതെ അവരുടെ തിങ്ങിലാണ് അവിടെ സംസാരിക്കുന്നത്. എങ്ങനെയാ സംസാരിക്കുന്നത്? അൺകൾച്ചേർഡ് ഫെലോ. ഒരു സബ്സ്റ്റാൻഡേർഡ് ആണ്. എന്താണിത്? ഞാനല്ലേ നടക്കുന്നത്? സാർ ഇതാണ് നമ്മുടെ വെൽക്കം റിസപ്ഷൻ ഹാള്. ഓക്കെ. സാർ ഏതാ പാടം നടക്കിരിക്കുന്നത്? ഞങ്ങളാണ് സാർ. അത് സാരി കൊടുക്കുന്ന ആരാ പറഞ്ഞിരിക്കുന്നത്? അത് അവിടുത്തെ അല്ല, റിസപ്ഷൻ അവിടുത്തെ സ്റ്റാഫാണ്. ഇത് നമ്മുടെ റിസപ്ഷന്റെ നമ്മുടെ കൗണ്ടറാണ് സാർ. മണി കൗണ്ടർ. ഇവിടെയാണ് നിങ്ങൾക്ക് റിസപ്ഷനിൽ കാശും പിന്നെ അതുപോലെ തന്നെ Tokens, കോയിൻസ് cash ഒക്കെ and പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പ്രീമിയം ബാർ കൗണ്ടറാണ് സാർ. ഓക്കെ. പ്രീമിയം ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റഫും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് സത്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പലതരം കാസിനോ ഗെയിംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാർ. സ്പിൻ, അതേപോലെ തന്നെ സ്പിൻ ഉണ്ട്. നിങ്ങൾക്ക് ക്യാഷ് ചേഞ്ച് ചെയ്ത് കോയിൻസ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഫൈറ്റ് ക്ലബ്ബ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു സാർ. ഇറ്റ്സ് ആൻ ഇല്ലീഗൽ ഫൈറ്റ് ക്ലബ്ബ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ VIP റൂംസ് ഉണ്ട് നിങ്ങൾക്ക് മാച്ചസ് കാണാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബെറ്റ് വെക്കാം നിങ്ങളുടെ പ്ലേയേഴ്സിന് വേണ്ടി, ആരാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ മണി വാഷിംഗ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഇല്ലീഗൽ ആണ്. അതേപോലെ പ്രൈവറ്റ് സെക്ഷൻസ് ഉണ്ട് സാർ. അത് പ്രീമിയം ആണ്, VIPs മാത്രം. അതെ. ഇത് നമ്മുടെ ചൈനീസ് സ്പെഷ്യൽ കിച്ചൺ ഉണ്ട് സാർ. നമുക്ക് അവിടെ ചൈനീസ് ഫുഡ്സ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സാർ. സാർ അതെ, വെരി നീറ്റ് ആണ്. വെരി നീറ്റ് ആൻഡ് ക്ലീൻ. സാർ നമ്മൾ ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ, അതൊക്കെയാണ് നമ്മുടെ ഒരു തീം. പുതിയ ഒരു നൈറ്റ് ലൈഫ് ആണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അതേപോലെ നമ്മുടെ ഒരു എക്സാക്ട് പ്ലാൻസ് ആണ് ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. പ്രീമിയം എക്സ്പീരിയൻസ്, പിന്നെ ടേബിൾ ഗെയിംസ് ഉണ്ട്, സ്ലോട്ട് ഗെയിംസ് ഉണ്ട്, ഒരു ഫൈനിങ് ഡൈനിങ്, ലക്ഷറി സ്റ്റേ ആൻഡ് നമ്മൾ കുറെ ഈവെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അട്രാക്റ്റീവ്, എൻഗേജിങ് ആൻഡ് റീറ്റെയിനിങ് ആൻഡ് ഗ്രോ. ഇത് നമ്മൾ എക്സാക്ട് ഒരു ഫിനാൻഷ്യൽ ഇത് ഇട്ടിട്ടില്ല. അത് നമ്മുടെ ബിസിനസ്സിനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ വരുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രാഫും കാര്യങ്ങളും നമ്മൾ ഇത് നേരെ എല്ലാം മുകളിലോട്ടാണ്. അതെ സാർ, എല്ലാം നമ്മള് ഒന്നും താഴത്തില്ല. I appreciate that confidence. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാ സെലക്ട് ചെയ്തത്? അമ്പത്തൂർ. വെരി ഗുഡ് വെരി ഗുഡ്. ലാസ്റ്റ് ലൈനിലോട്ട് പോയിട്ട് യൂസ് ഓഫ് ഫണ്ട്സ് ഒന്ന് കാണിക്കണേ. താങ്ക് യു സാർ. അത് വിവരിക്ക് യൂസ് ഓഫ് ഫണ്ട്സ്. നിങ്ങൾക്ക് ഇപ്പൊ 100 കോടി നമ്മൾ തരുവാണെങ്കിൽ ആ 100 കോടി നിങ്ങൾ എങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്യും? അത് പറഞ്ഞുതരാം സാർ. അത് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന നിങ്ങൾക്ക് എത്ര കോടി രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്? സാർ ഞങ്ങള് ആൾറെഡി ഇത് ചൈനയിലെ നമ്മൾ കുറെ ആൾക്കാരെയും വെച്ച് ഈ ബിൽഡിങ്ങിന്റെ പണി പകുതി കഴിഞ്ഞു. പകുതി നല്ല ഇതിന്റെ എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറെ പേർക്ക് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിറ്റിസൺസിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ അവിടെ കുറെ പേർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട്, കിച്ചൺസ്, പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇല്ലീഗലായിട്ട് നമുക്ക് അവിടെ ആർമറി സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇല്ലീഗലായിട്ട് നമ്മളിപ്പം നമ്മളൊരു ഗ്യാങ് ആണല്ലോ, നമ്മളൊരു ഗ്യാങ്ങാരാണ് ആ ബിസിനസ് ഏറ്റെടുക്കുന്നെങ്കിൽ അവിടെ നമുക്ക് ഗൺസ് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. മിസ്റ്റർ എക്സ് മൂലധനമാണ് ഇരിക്കുന്നത് ഇവിടെ. ഇല്ല, മിസ്റ്റർ എക്സ് അല്ല സാർ. ഞാൻ പറഞ്ഞ മിസ്റ്റർ എക്സിന്റെ കാട്ടി നമ്മൾ പുറത്തോട്ട് വിടും. എന്നുവെച്ചാൽ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അമ്പു, യെസ് സാർ. ഒരു പിച്ച് ചെയ്യുന്ന സമയത്ത് അമ്പുവിന്റെ മനസ്സിലൊരു ഫിഗർ കാണത്തില്ലേ നമുക്ക് ഇത്ര നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്ന ഈ ഒരു ഞങ്ങളുടെ ഈ ചൈന ടൗണിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 1000 CR ആണ്. പക്ഷെ ഈ 1000 CR സാർ അല്ലല്ല സാർ, അതിനുള്ള ഉണ്ട് സാർ. ഈ 1000 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താല് 1000 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ ഈ 1000 കോടി നമുക്ക് റിട്ടേൺ നിങ്ങൾക്ക് എത്ര നാൾക്ക് കിട്ടുമെന്നാണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ? നമ്മളൊരു 1 month ആണ് പ്രതീക്ഷിക്കുന്നത് സത്യം പറഞ്ഞാൽ. 1 month 1000 ജനറേറ്റ് ബാക്ക് ചെയ്യാൻ പറ്റില്ല സാർ. 1 month അല്ല, ഞങ്ങൾക്ക് ഒരു 4 month കൊണ്ട് ഈ പറയുന്ന 1000 അതിന്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സാർ. പക്ഷെ സിറ്റിയിൽ ഓൾറെഡി കാസിനോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇല്ല സാർ, ഇല്ല, കാസിനോസ് ഒന്നും ഇല്ല സാർ, ഇപ്പൊ ഒന്നും പ്രവർത്തനമല്ല സാർ, പോയില്ലേ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെ കോൺഫിഡൻസ് അങ്ങ് അറ്റത്തേക്കാക്കില്ലല്ലോ. പുള്ളി അവസാനത്തെ താങ്ക് യു പറയാൻ വേണ്ടി വന്നത്.
ഓക്കെ 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 പ്ലീസ് അല്ല സംസാരിക്കല്ല കോൺഫിഡൻസ് പുള്ളിക്ക് ഇല്ലെന്ന് തോന്നുന്നു. വയ്യ ഛർദില. ഓക്കെ എന്തായാലും ഐഡിയ കൊള്ളാം. നമ്മളത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു. പ്രസന്റേഷൻ കൊള്ളാം, അടിപൊളിയായിട്ട് ചെയ്തു, പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, കുറച്ച് കോൺഫിഡൻസ് കൂടി സംസാരിക്കണം. അതെ 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 അതെ. സാർ നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്ത ഉറപ്പായിട്ടും നമുക്കിത് Confidence നല്ല വരും. ഉടനെ ഞാനൊരു കാര്യം പറയട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ഓഫ് ഫണ്ട്സ് പറയുന്നില്ലല്ലോ എത്രയെന്ന്. സാർ അതാ പറഞ്ഞത്, നമുക്കിപ്പം മൊത്തത്തിൽ നോർമൽ നോർമൽ ആർപി എന്ന് പറഞ്ഞാൽ എന്താ? ലീഗലും ചുമ്മാ city കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതോ? ഇല്ലീഗൽ സൈഡിലായിട്ട് എത്ര ഇതല്ലടാ ആർപി. നമുക്കൊരു കണക്കൂട്ടൽ ചെയ്ത് വരുന്നേ ഉള്ളൂ സാർ. ബിൽഡിങ്ങിന്റെ നോർമൽ ആർപിയാ. സിറ്റിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളത് ഷോ ഓഫ് ചെയ്യുന്നതായിരിക്കും, ഓക്കെ, നിങ്ങൾ അവിടെ കൊണ്ടുവന്നായിരിക്കും ഞങ്ങൾ. താങ്ക് യു. VIP റൂംസും അവൈലബിൾ. ഹായ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. ലാസ്റ്റ് പോണെ കണ്ടാ അറിയാം. അപ്പൊ നമുക്ക് അടുത്തത് ആരാണ്? ടീം ശരവണ ബ്രദേഴ്സ് എത്ര പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ടീം ശരവണ ബ്രദേഴ്സ്, കീരി, ഡീമൻ, കോച്ച് അടങ്ങുന്ന ശരവണ ബ്രദേഴ്സ്. ആദ്യം തന്നെ അവരുടെ എനിക്ക് ചോദിച്ചു ചോദിക്കാം. ഇനി നമുക്ക് ആരുണ്ട്? ടീം ഷാർജയും. ഇത് വടയുടെ വല്ലതായിരിക്കും, വടക്ക് തുളയിടുന്ന മെഷീനോ? ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അങ്ങനെ എന്തോ പരിപാടിയാണ്. രാത്രി വിളിക്കുന്നത്. ഹലോ സ്ഥിരം കോളേട്ടാ. ഹലോ ഒരു സാധനം കൂടെ റെഡി ആവാനുണ്ട്. അടുത്ത് വിളിക്കാവോ? അടുത്ത് വിളിക്കാവുന്നു. അതെ. അങ്ങനെയാണെങ്കിൽ ടീം ഷാർജ, വില്ലു, ഡെസ്ട്രോ, നീൽ. ടീം ഷാർജ, വില്ലു, ഡെസ്ട്രോ, നീൽ ഉറപ്പായിട്ട് വെടിയേക്കാൻ എന്തെങ്കിലും അടിക്കാട്ടാ. ലാസ്റ്റ് ഓൾറെഡി അവര് ലാസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുകയാണോടാ അവന്മാര്. ഇത്ര സമയം പോരടാ, 2.5 മണിക്കൂറായില്ലടാ. നമ്മുടെ മെയിനാള് കുറച്ച് ഇതാണ് അണ്ണാ. എടാ 3 പേരെ ഉള്ളു ഇനി വരാം. അതില് 2 പേരെ വിളിച്ച് ടീം തരിപ്പൻസ് അവൈലബിൾ ആണോ? ഹലോ, കുഴപ്പമില്ല വാസവനെ, അവര് സമയം എടുക്കട്ടെ. വാസവനെ, അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ബിസിനസ് ഐഡിയാസ് നമ്മൾ ഇവിടെ കണ്ടു അല്ലേ വാസവനെ? ഷോട്ട് ഇതിൽ നിന്ന് വാസവന് ശബ്ദമില്ല. ഇത്രയും ബിസിനസ് ഐഡിയാസ് നമ്മൾ ശബ്ദമില്ല പാപ്പ. ഇപ്പൊ കേക്കാവോ? കേക്കാം. അപ്പൊ ഇത്രയും ബിസിനസ് ഐഡിയാസ് ഇവിടെ കണ്ടതിൽ വാസവന് ഏതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? അപ്പൊ എനിക്ക് പ്രസന്റേഷൻ ഏറ്റവും അടിപൊളി മറ്റേ ഏബലിന്റെ ഗ്യാങ്ങിന്റെ ആയിരുന്നു. എന്നുവെച്ചാ പ്രസന്റേഷൻ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കുറച്ച് എൻഗേജിങ് ആയിരുന്നു. എനിക്ക് തോന്നിയത് അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഈ തക്കടുവ അസോസിയേറ്റ്സ് തുടങ്ങിയതിന്റെ ഒരു കാരണം പോലും നമുക്കൊരു ചെയിൻ ഓഫ് ആൾക്കാർ നമ്മുടെ TV-ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രായനും ഗോകുവും ഒക്കെ പ്രസൻറ്റ് ചെയ്ത ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് സിറ്റിസൺസിനെയും ക്ലബിനെയും മറ്റേ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റും. മനസ്സിലായ? അതുപോലെ തന്നെ എല്ലാ ഐഡിയയും കൊള്ളാം. അത് നമുക്ക് ഈ സിറ്റിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം നോക്കണം. അതും വേറൊരു പോയിന്റ് ആണ്. അതെ. നമുക്കപ്പോ ഇതില് വാസവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രസന്റേഷൻ അല്ലല്ല, അത് നമുക്ക് ഇപ്പൊ പറയണ്ട പാപ്പ, ഇത് നമുക്ക് പറയണ്ട. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എന്താടാ അത് ഇന്ന് പറയണ്ടല്ലോ ഈ റിസൾട്ട്.